ഈ ആലഞ്ചേരിയിലേക്കുള്ള വഴി ഏതാ? ആലഞ്ചേരി എന്ന് പറയുമ്പോ 2 ആലഞ്ചേരി ഉണ്ട്. അതിലെവിടേക്കാ പോണ്ടേ? ഭാഗവതരുടെ അടുത്തേക്കാണോ ഗുരുക്കളുടെ അടുത്തേക്കാണോ? ഭാഗവതരുടെ അടുത്തേക്ക് തന്നെ. അപ്പൊ കച്ചേരിക്കാ? കച്ചേരിക്ക് തന്നെയാ. പക്ഷെ കച്ചേരി നടത്തുന്നത് ഭാഗവതരായിരിക്കില്ല. ഈ ഞാൻ വഴി പറയണോ? നേരെ പോയാൽ കാണുന്ന ഒരു പഠിപ്പുണ്ട്, അത് തന്നെ. എനിക്കറിയില്ല, എന്നെ കണ്ട കൊല്ലും. ഇവിടെ നിൽക്കണ്ട. എന്താ എന്ത് പറ്റും മോളെ? എന്നെ മുത്തശ്ശനെ കൊണ്ട് അയാൾ വരുന്നുണ്ട്. അയാൾ ഇങ്ങെത്തി. ഞങ്ങൾ അയാളോട് അയക്കരുത്. നീ എന്തൊക്കെ പറയണേ? ആര് വന്നു? അതൊക്കെ പിന്നെ പറയാം. അയാൾ എന്നെ കണ്ട ആകെ കുഴപ്പം. എന്നെ വിട്ടുകൊടുക്കരുത്. ഞാനും മുത്തശ്ശി ഇവിടെ ഇല്ലെന്ന് പറയണം, പ്ലീസ്. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ ഒന്ന് നോക്കി. മോളെ അവിടെ ഇരിക്കും. ആരാ? യേശു വർമ്മ എന്ന് പറയും. തറവാട് പള്ളിക്കൽ. കൊച്ചു വർമ്മ എന്ന് വിളിച്ചാ മതി. നിർബന്ധിക്കരുത്, സമയം തീരെയില്ല. പിന്നെ ഞാൻ വന്ന കാര്യം, അവളെവിടെ? ആര്? ആ പെണ്ണെവിടെന്ന്? നിക്ക ലേഖ എവിടെ? ലേഖയോ? ഇവിടെ മീര എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയുണ്ട്. പക്ഷെ ഇപ്പോ അവളിവിടെ ഇല്ല. മീര മണ്ണാങ്കട്ട. ലേഖ വർമ്മ. അവളങ്ങനെ പേര് മാറ്റിയതുകൊണ്ടൊന്നും ഈ വർമ്മയുടെ നിന്ന് വഴുതിപ്പോവില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയണേ? അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അവളോട് മാത്രം പറഞ്ഞാ മതി വർമ്മയ്ക്ക്. അവളെ ആ കളവനെ ഇറക്കിവിടെ. ഞാൻ പറഞ്ഞല്ലോ, അവളിവിടെ ഇല്ല. എന്നെക്കാൾ സത്യസന്ധനാണ് ഭാഗവതരെന്ന് തോന്നിയോണ്ട് പറയാ. എനിക്കറിയാം അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ദയവേത് അവളെ എന്നോടൊപ്പം അയക്കണം. അയക്കാം, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആരാണെന്ന് പറയണം. ഞാൻ പറഞ്ഞല്ലോ, വർമ്മ. ഞാൻ പേരല്ല ചോദിച്ചത്, നിങ്ങളും അവളും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. ബന്ധം? അതെ, നിങ്ങൾ അവളുടെ ആരാ? അച്ഛൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാനാ അവളുടെ അച്ഛൻ. അല്ല, ഞാനുള്ളപ്പോ അവൾക്ക് വേറൊരു അച്ഛനുണ്ടായത് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് ചിരിച്ചു പോയതാ. അപ്പോ നാടകങ്ങൾ ഒരുപാട് അരങ്ങേറിയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. പറയാം. അവിടെ കുറെ പേര് വന്നിട്ടുണ്ട്. ഭാഗവതരെ വീടും ചോദിച്ചാ പോയത്. എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നണേ. എന്താണ്? എന്റെ മകളാണ് അവളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്നറിയാം. പക്ഷേ ഇപ്പൊ അവൾ എവിടുന്നാണ് വന്നെന്ന് അറിയുമ്പോ നിങ്ങൾ വിശ്വസിക്കും. അറിയോ നിങ്ങൾക്ക്? ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിപ്പോന്ന പേഷ്യന്റ് ആണ് അവള്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ചന്തപ്പൻ ഗുരുക്കൾ വരണം. നിങ്ങളും കേൾക്കണം, എന്നിട്ട് മറുപടി പറയണം. ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിപ്പോന്ന എന്റെ മകൾ ലേഖാവർമ്മ എങ്ങനെ ആലഞ്ചേരിയിലെ മകളായി? വർമ്മ എന്തു പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കില്ല. അവൾ എന്നോട് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. കാർത്തൂന്റെ കഥയടക്കം. സത്യം. ആ സത്യമൊക്കെ വിളിച്ചു പറയാൻ ഭ്രാന്താശുപത്രിയിൽ അവളോടൊപ്പം കിടന്ന ആരാണെന്നറിയോ? നിങ്ങളുടെ അമ്മ ഭ്രാന്താശുപത്രിയിലാണെന്നുള്ളത് സത്യമല്ലേ? അവര് വിളിച്ചു പറയണ ഓരോ കഥകൾ കേട്ടാണ് ഇവൾ അവിടുന്ന് ചാടിപ്പോന്നത്. കൂടെ വേറൊരു ഭ്രാന്തൻ കിഴവൻ, ജോർജ് വർഗീസ്. അയാൾ ഉണ്ടാവുമല്ലോ അകത്ത്. കെട്ടിലമ്മ നാട് കടത്തിവിട്ട കാർത്തു ഗർഭിണിയായിരുന്നു എന്നുള്ളത് സത്യം. അത് 25 വർഷം മുമ്പ്. ഇപ്പൊ മകളായി വന്ന മീരയ്ക്ക് 18 വയസ്സേ ഉള്ളൂ എന്നുള്ളതും സത്യം. ഈ കള്ളക്കഥയൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലേ ആലഞ്ചേരി തമ്പ്രാക്കൾക്ക്? എന്റെ ദേവി,
ഇനിയും നിങ്ങൾക്ക് തെളിവാണെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിക്കാം. പക്ഷെ അതുവരെ കാത്തേക്ക് എനിക്ക് സമയമില്ല. എനിക്ക് അവളെ കൊണ്ടുപോകണം ഇപ്പൊ തന്നെ. നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം, പക്ഷെ ഇപ്പോഴല്ല. ഞങ്ങൾക്കൊന്ന് ആലോചിക്കാൻ സമയം തരണം. സത്യം അറിയണം. അതിനിടയിൽ നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമായാൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരാഴ്ച, അടുത്ത ഞായറാഴ്ച ഞാൻ വരും. പറയാനല്ല, കൊണ്ടുപോകാൻ. അത് അവളോടും പറഞ്ഞേക്ക്. വരട്ടെ. അയാൾ പറഞ്ഞതൊക്കെ സത്യാണോ? പറ, സത്യാണോ? സത്യം. സത്യം. എനിക്ക് മാപ്പ് തരണം. അയാളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. എന്നെ വേണം കൊന്നോളൂ, എന്നാലും അയാളോടൊപ്പം എന്നെ പറഞ്ഞേക്കരുത്. കുഞ്ഞു പറഞ്ഞൊക്കെ സത്യം. ആ വാക്കിന് മിണ്ടിപ്പോകരുത്. ഒരിക്കൽ നിങ്ങൾ പറഞ്ഞില്ലേ കുറെ കഥകള്? അച്ഛാന്ന് വിളിച്ചപ്പോ എല്ലാം മറന്ന് ഞാനതങ്ങ് വിശ്വസിച്ചു, ആശ്വസിച്ചു. ഇപ്പൊ അയാൾ വന്ന് പറയണു വേറൊരു കഥ. ഇനി ആ കഥയും മാറും. കഥകൾ ഒരുപാടുണ്ടാകും ഇവിടെ. അതെല്ലാം വിശ്വസിക്കാനും ബലിയാടാവാനും നമ്മളൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ? ഞാൻ പറയുന്നൊന്ന്. വേണ്ട. ഒരു ഭ്രാന്തി പെണ്ണിന് സമ്മാനമാണാനുള്ളതല്ല ആലഞ്ചേരി തമ്പ്രാക്കളുടെ ജീവിതം. ഈ നിമിഷം രണ്ടുപേരും ഇവിടെ നിറങ്ങണം. പൊയ്ക്കോ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. എന്റെ കൺമുമ്പിൽ എന്നെ കണ്ടുപോകരുത്. വേണമെങ്കിൽ ഒരാഴ്ച വടക്കേ പറമ്പിൽ താമസിക്കാം, അല്ലെങ്കിൽ എങ്ങോട്ടാച്ചാ പോവാം. അതൊക്കെ നിന്റെ ഇഷ്ടം. കുറച്ചു കാലം മകളായി കണ്ടുപോയതിന്റെ ഔദാര്യം കാണിക്കണമല്ലോ. അവസാനമായി ഞാൻ ഒരു വാക്കെങ്കിലും വേണ്ട. അവസാനമായിട്ട് പറയേണ്ട വാക്ക് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. അത് പറയണതിന് മുമ്പ് ഇറങ്ങ. മുത്തശ്ശ. തമ്പ്രാക്കന്മാരുടെ ചങ്കും പറിച്ചോണ്ട് അവള് പോണത് താൻ കാണാനില്ലേ ചന്തപ്പ? പൊയ്ക്കോട്ടോ, പൊയ്ക്കോട്ടെ. ഇപ്പോഴാണ് തമ്പുരാക്കന്മാർ ശരിക്കും വെട്ടിൽ വീണത്. എടാ, ഈ വർമ്മയെ ആരാ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നെന്ന് അറിയോ? ദൈവം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ റൈറ്ററെ. അടുത്ത ഞായറാഴ്ച വരൂന്ന് പറഞ്ഞാ അയാൾ പോയിരിക്കുന്നത്. അയാൾ വരട്ടെ. അയാൾ വന്നാൽ സർവ്വവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് നമുക്ക് അയാളെ സഹായിക്കണം.